എല്ലാവർക്കും ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ആരംഭിച്ചത്. ആധുനിക കവിത്രയത്തിൽ ആദ്യം ആശാനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് നമ്മൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആരെ കുറിച്ചായിരിക്കും പറയുന്നത്? അതെ, വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ് കാണുന്നതിന് മുന്നേ എല്ലാവരും ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളും ശ്രദ്ധിച്ചു കാണുക. ആവശ്യമുള്ള പോയിന്റ് നോട്ടുകളാക്കി വെക്കുക. കാരണം ആ ഒരു ക്രമത്തിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ അംഗങ്ങളാവുക. ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വള്ളത്തോൾ നാരായണ മേനോൻ, നമ്മള് ചെറിയ ക്ലാസ് തൊട്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലം, അദ്ദേഹം ജീവിച്ചിരുന്നത് 1878 ജനിച്ചു, 1958 അദ്ദേഹം അന്തരിച്ചു. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി, ആ പേര് ശ്രദ്ധിക്കുക. അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, കാരണം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം മറന്നു പോകരുത്, അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കുറച്ചു നാളായിട്ട് പല പരീക്ഷകൾക്കും ജനറൽ PSC അടക്കം വരുന്ന ഒരു ചോദ്യമാണ്. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് വള്ളത്തോളിനെ കുറിച്ച് ഒരു ചോദ്യം വരാറുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, മണക്കുളം മുകുന്ദരാജ. ഈ രണ്ട് പേരുകളും നിങ്ങൾ മറക്കരുത്. അതിൽ വള്ളത്തോളിന്റെ സംഭാവനകള് വളരെ പ്രധാനമാണ്. അപ്പോൾ കേരള വാൽമീകി എന്ന് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു വിവർത്തനത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രധാന സംഭാവന. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് 2 വർഷം വേണ്ടി വന്നു. 1905 അദ്ദേഹം വിവർത്തനം ആരംഭിച്ചത്. അത് പൂർത്തിയാക്കാൻ വള്ളത്തോളിന് 2 വർഷം വേണ്ടി വന്നു. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചില ആദ്യകാല കൃതികളാണ്. കിരാത ശതകം, വ്യാസാവതാരം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ഇന്ന് ആദ്യം പഠിച്ചത് 1878 വള്ളത്തോൾ ജനിച്ചത്. 1958 അദ്ദേഹം അന്തരിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായിരുന്നു. കേരള വാൽമീകി എന്നറിയപ്പെട്ടു. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. 1905 ആരംഭിച്ച് 2 വർഷമെടുത്താണ് ആ വിവർത്തനം അദ്ദേഹം പൂർത്തീകരിച്ചത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കിരാത ശതകം, വ്യാസാവതാരം പോലുള്ള കൃതികളാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു കൃതിയാണ് ബദിരവിലാപം. 1908. ആ വർഷം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ബദിരവിലാപം ആരാണ് എഴുതിയത് എന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ആ വർഷം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളെ രചിച്ച കാലഘട്ടം അനുസരിച്ച് ക്രമപ്പെടുത്താൻ ചോദിച്ചേക്കാം. അതുകൊണ്ട് 1908 ബദിരവിലാപം ശ്രദ്ധിക്കുക. 1908 ബദിരവിലാപം. ഒരു അസുഖം മൂലം അദ്ദേഹം ബദിരനായി തീരുകയോ അതിനെക്കുറിച്ച് അദ്ദേഹം രചിക്കുകയും ചെയ്ത കൃതിയായിരുന്നു ബദിരവിലാപം. ഇനി നമ്മള് ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മഹാകാവ്യമായിരുന്നു ഉമാകേരളം. ഇനി വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗം. 1913 വർഷം നിർബന്ധമായി പഠിക്കുക. ചിത്രയോഗം 1913. അപ്പോ വള്ളത്തോളിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ചിത്രയോഗം. വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് ചിത്രയോഗം. ബദിരവിലാപം രചിച്ചത് വള്ളത്തോളാണ് എന്ന് പറഞ്ഞു. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മൾ പറഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് വള്ളത്തോളിനെ കുറിച്ച്. വളരെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അത് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അത് എന്റെ ഗുരുനാഥൻ എന്ന കവിതയാണ്. ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയായിരുന്നു എന്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ വിശ്വസിച്ച അദ്ദേഹം ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്ത കവിതയായിരുന്നു എന്റെ ഗുരുനാഥൻ. നമ്മൾ മിക്കവരും സ്കൂളിലൊക്കെ ആ കവിത പഠിച്ചിട്ടുണ്ടാവും. ആ കവിതയുടെ വരികളും ഒന്ന് പരിചയപ്പെട്ടാൽ നല്ലതായിരിക്കും.
ഇനി നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള, നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് അദ്ദേഹം എഴുതിയ വിലാപകാവ്യം ബാപ്പുജി. ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് വള്ളത്തോൾ രചിച്ചത് എന്റെ ഗുരുനാഥനാണെങ്കിൽ ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രചിച്ച വിലാപകാവ്യമായിരുന്നു ബാപ്പുജി. അപ്പോൾ നമ്മൾ വള്ളത്തോൾ എന്ന് കാണുമ്പോൾ തന്നെ മിക്കവാറും എന്റെ ഗുരുനാഥനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓപ്ഷനിലെ ബാപ്പുജി കൂടി ഉണ്ടോ എന്ന് നോക്കുക. അത് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ കാവ്യമായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് വളരെ എളുപ്പമുള്ളതും വളരെ സിമ്പിൾ ആയതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. വേറൊരു അവസരം നോട്ടൊക്കെ എഴുതി വെച്ച് പിന്നീട് പഠിക്കുക എന്ന് വിചാരിക്കുന്നതിനേക്കാളും ക്ലാസിന്റെ കൂടെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാം. കാരണം പരീക്ഷയൊക്കെ ഇവിടെ നമ്മളെ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളപ്പോ ശ്രദ്ധിക്കുക, സമയം വിലപ്പെട്ടതാണ്. സമയം പാഴാക്കാതെ തന്നെ പഠിക്കുക. വീണ്ടും പ്രധാന കാര്യങ്ങള് കേരള കലാമണ്ഡലം, കേരള വാൽമീകി, അദ്ദേഹത്തിന്റെ വാൽമീകി രാമായണത്തിന്റെ വിവർത്തനം, അതിനുശേഷം നമ്മൾ പറഞ്ഞ പ്രധാന കാര്യങ്ങള് മധുരവിലാപം, ചിത്രയോഗം, അതിന്റെ വർഷം, ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. വള്ളത്തോളിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോ എല്ലാവരും പഠിക്കുക, നമ്മുടെ കൂടെ തന്നെ വരിക. എല്ലാവരും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തട്ടെ. നന്ദി, നമസ്കാരം.